അയ്യോ ACP വന്നല്ലോ അമ്മ, ഇനി എന്ത് ചെയ്യും? ദൈവമേ, കാർത്തിക് വന്നെന്ന്. ഇനി എന്ത് ചെയ്യും? നിന്റെ മരണം ഉറപ്പ്. എന്നെ എന്റെ ആരാചാരായ ജഗദീഷേട്ടനെ ഏൽപ്പിക്കും. അയ്യോ എന്റെ പുന്നക്കീഴിൽ അമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഈ സമയത്ത് വേണ്ടത് വിൽപ്പവറാ. ഞാൻ നോക്കട്ടെ എന്താ വേണ്ടെന്ന്. എന്താ ACP ഡ്യൂട്ടി സമയത്ത് ഒരു വീട് സന്ദർശനം? ഫുഡ് കഴിക്കാനാണെങ്കിൽ വാ, ഡൈനിങ് ഹാളിലേക്ക് പോവാം. നിന്റെ ഫുഡൊന്നും എനിക്കിപ്പോൾ വേണ്ട. കൃത്യം 1 മണിക്ക് ഞാൻ ആഹാരം കഴിക്കൂ. ഇപ്പൊ വന്നതേ ഒരു ഫയൽ എടുക്കാൻ മറന്നു. എന്താ? അത് ഇപ്പോ മുറി കയറാൻ പറ്റില്ല, അത് തന്നെ കാര്യം. എന്താ മുറി കയറാൻ പറ്റാത്ത? അത് മുറിയിൽ കുഞ്ഞ് നല്ല ഉറക്കുക. കുഞ്ഞുറങ്ങിക്കോട്ടെ, അതിന് ഞാനെന്ത് വേണം? അത് അകത്തേക്ക് കയറിയ കുഞ്ഞുണരും. ഇതെന്താ ദൈവമേ ഈ മീനാക്ഷി പറയുന്നത്? ഞാൻ കുഞ്ഞിനെ ഉണർത്താതിരുന്നാ പോരെ? ചെറിയൊരു അനക്കം കേട്ടാ മതി, കുഞ്ഞപ്പോ ഉണരും. എനിക്ക് അത്യാവശ്യമുള്ള ഫയല് അത് എടുത്തല്ലേ പറ്റൂ. കുഞ്ഞിനെ ഉണർത്താതെ മുറി കയറാനുള്ള ട്രിക്കൊക്കെ എനിക്കറിയാം. ഫയല് ഞാൻ എടുത്തു തന്നാ പോരെ? ഞാൻ വെച്ചിരിക്കുന്ന ഫയൽ ഏതാണെന്ന് മീനാക്ഷി എങ്ങനെ അറിയാനാ? അടയാളം പറഞ്ഞു തന്നാ മതി, ഞാൻ എടുത്തു തരാം. ശരി, ഒരു നീല നിറമുള്ള ഫയല്. ശരി. ACP ഇവിടെ നിൽക്ക്. കുഞ്ഞിനെ ഉണർത്താതെ ആ ഫയല് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇതല്ലേ ഫയല്? സോറി ACP, കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല, അതുകൊണ്ടാ. ഏതായാലും മീനാക്ഷി കുഞ്ഞിനെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളൊരു അമ്മയെ പോലെ മാറി. വളരെ സന്തോഷം. അതെങ്ങനെയാ? ദേവമ്മയുടെ ട്രെയിനിങ് അല്ലേ, ഇങ്ങനെ വരൂ. ശരി.
കുഞ്ഞിന് ഉമ്മം കൊടുത്തത്. ഉമ്മം കൊടുത്തോണ്ടിരുന്നാലേ ഇനിയും പുലിവാല് വരും. അതിനു മുമ്പ് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഇനി ഒരിക്കലും ഞാൻ കുഞ്ഞിനെ കാണാൻ വരില്ല. വന്ന അപ്പ കാണാം. നീ നേരെ ചൊവ്വേ പോവില്ല. നീ എനിക്കിട്ട് ചെയ്തത് ഓർത്താ അടി തന്ന് വിടേണ്ടതാ. പിന്നെ ഞാൻ ഈ കുഞ്ഞിനെ കരുതി ക്ഷമിച്ചതാ. വാചകം അടിക്കാതെ വേഗം പോവാൻ നോക്ക്. ദൈവമേ, ഒത്തിരി നന്ദിയുണ്ട്. വേഗം ഇറങ്ങാൻ നോക്ക്. ടെൻഷൻ കൊണ്ട് വയ്യ. മാലതേ, ഇവളെ കൊണ്ട് പുറത്തു വിട്. മൈഥിലി വാ, കുഞ്ഞിനെ കൊടുക്ക. അതാരാ? ദൈവമേ, കളിയങ്കാട്ട് നീലി. ഇത് മാറണമല്ല, മഹാ മാറണോ? ഇനി എന്ത് ഇപ്പോ? അവരെന്നെ കണ്ട് കൊന്നുകളയും. ആരെങ്കിലും ഒരാൾ നിന്നെ തല്ലി കൊല്ലും. അത് ഇവര് തന്നെ ആയിക്കോട്ടെ. ആദ്യം സാവിത്രി അകത്ത് കയറി പോട്ടെ, അതിനുശേഷം ശ്രദ്ധിച്ചിറങ്ങി പോയാൽ മതി. ഇനി വാ, അവരകത്തേക്ക് പോയി. വാ, വേഗം വാ. ശോ, വേഗം കൊണ്ടുപോ. തിരിക്കട്ടെ. കയറിയോ? ആരാ മാലു അത്? ആരാന്ന് ചോദിച്ച കേട്ടില്ലേ? അത് എന്നെ കാണാൻ വന്ന ഒരു കൂട്ടുകാരിയാ. ഞാനവളെ യാത്രയാക്കിയതാ. കൂട്ടുകാരിയോ? അതേത് കൂട്ടുകാരി? സാറാ മറിയം പിറവം. എന്തോന്ന്? അതെന്തോന്ന് ജീവി? അയ്യോ, ജീവിയൊന്നുമല്ല, എന്റെ ഫ്രണ്ടിന്റെ പേരാ. അവളെ പിറവംകാരിയാ. ഇവിടെ കഴക്കൂട്ടത്താ ജോലി. ഞാനില്ലാത്ത നേരത്തൊക്കെ ഇവിടെ എന്തോ കളികൾ ഉണ്ടായിരുന്നു അല്ലേ? പറഞ്ഞ എന്റെ നേരെ വേണ്ട. എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാ. ഈ ചെമ്പകമംഗലത്തിന്റെ യഥാർത്ഥ അവകാശിയായ ജഗദീഷിന്റെ ഭാര്യ ഞാൻ എന്ന് പറഞ്ഞ ഈ വീട്ടിലെ ഏക തറവാട്ടമ്മ. എന്റെ നേരെ അധികാരവും ശാസനയൊന്നും വേണ്ടെന്ന് മനസ്സിലായോ? ഹലോ. ഓ, ഞാൻ വരാം. വെക്ക്. എന്നാലും അവളെന്താ അങ്ങനെ പറഞ്ഞത്? പ്രിയ താരങ്ങൾ കുടുംബനാഥനോടൊപ്പം. குடும்பத்தோடைய தலைவன் அந்த மம்முக்கா தான் இருக்க முடியும். ஜாக் ஃப்ரூட்.
പുഷ്പ ആദ്യം കണ്ടപ്പം ചക്കയായിട്ടൊക്കെ തോന്നിക്കാണും. താരറാണിമാരുടെ നർമ്മത്തിൽ ചാലിച്ച സുവർണ വാക്കുകൾ. வெளியில இருந்து முள்ளுமுள்ளா இருக்கும், உள்ள வந்து സ്വീറ്റാ இருக்கும். ചക്കയ്ക്ക് മുള്ളുണ്ട്, പക്ഷെ ഈ ചക്കയുടെ മുള്ളിന് വേദനയില്ല. സി കേരളം കുടുംബം ടെലിവിഷൻ അവാർഡ്സ് 2024 സെപ്റ്റംബർ 5-6 വ്യാഴം വെള്ളി ദിവസം. ഞാൻ ACPയോട് മൈഥിലി വന്ന കാര്യം മറച്ചു വെച്ചത് തെറ്റായിപ്പോയോ? ACP മൈഥിലിയെ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളെ കൊല്ലും. മാത്രമല്ല, അവൾ എത്ര തെറ്റുകാരിയാണെങ്കിലും ഒരമ്മയല്ലേ? എന്നാലും എൻ്റെ ACPയോട് ഒരു കള്ളം പറയുന്നത് എനിക്ക് ആ മീനാക്ഷി, തിരക്കിലാണോ? ഏയ് അല്ല. എന്താ മീനാക്ഷി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഏയ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആ മീനാക്ഷി എന്നുള്ള വിളി കേൾക്കാൻ ഫോൺ ചെയ്തതാ. ഓ അങ്ങനെ. എങ്കിലൊരു കാര്യം ചെയ്യാം. ഞാനൊരു 100 പ്രാവശ്യം മീനാക്ഷി മീനാക്ഷി എന്ന് വിളിച്ച് ഒരു ഓഡിയോ മെസ്സേജ് അയക്കാം. ഏയ്, അതൊന്നും വേണ്ട. അതൊരു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസല്ലേ. സബോർഡിനേറ്റ്സ് പറയും ACPക്ക് വട്ടാണെന്ന്. ആ, അതിരിക്കട്ടെ, ഫുഡ് കഴിച്ചോ? ആ, ഫുഡും കൂടെ കഴിച്ചിട്ട് പോരാന്ന് കരുതിയല്ലേ ഞാൻ അങ്ങോട്ട് ഓടി വന്നത്. അപ്പോ നീ എന്നെ ഓടിച്ചു വിട്ടില്ലേ? ഇങ്ങനെയാണോ ഒരു ഭാര്യ ചെയ്യേണ്ടത്? ഞാനേ ഭാര്യ മാത്രമല്ല, ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയാ. അത് ഓർക്കണം. ഓ, കുഞ്ഞിന്റെ അമ്മയാണോ? ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. അതെ, ഫുഡ് തരാതെ വേഗം വിട്ടതില് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞിന്റെ ഉറക്കം ശല്യപ്പെടുത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഇനി മുതല് തന്റെ പെർമിഷൻ ചോദിച്ചിട്ടേ ഞാൻ ആ മുറിക്കകത്തേക്ക് വരൂ. വെരി ഗുഡ്. ബൈ ദ ബൈ, ആ ഫയൽ ഇന്ന് കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയോ? ഓ, അതെല്ലാം കറക്റ്റായിട്ട് നടന്നു. എന്താ അങ്ങനെ ചോദിച്ചേ? ഭർത്താവിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഏത് ഭാര്യയും അങ്ങനെ ചോദിച്ചിരിക്കണം. എന്റെ മീനാക്ഷിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. നിന്നെപ്പോലെ ഫ്രണ്ട്ലി ആയ ഒരു വൈഫ് ഉണ്ടെങ്കിൽ. ആ, മതി മതി മതി. കൊഞ്ചി കഴിഞ്ഞുള്ള റൊമാൻസ് ഒന്നും വേണ്ട.
അയ്യോ അമ്മേ അയ്യോ അമ്മേ മുത്തശ്ശി അമ്മേ അമ്മേ ഒന്നിങ്ങി വന്നേ. എന്താ മീനാക്ഷി, എന്തു പറ്റി? എന്താ പറ്റിയത്? കുഞ്ഞ് ഛർദിച്ചു. ഓ ഇതാണോ? എന്റെ മോളെ, കുഞ്ഞുങ്ങളായ പാൽ അധികം കുടിക്കും, അധികം ഉള്ളത് ഛർദിക്കുകയും ചെയ്യും. ഇതങ്ങനെയല്ല മുത്തശ്ശി. ഇത് തുടരെ തുടരെ പല പ്രാവശ്യം ഛർദിച്ചു. ദേ ഇപ്പോഴും. നോക്കട്ടെ. ആ, മോള് പേടിക്കൊന്നും വേണ്ട. കുഞ്ഞു പാലല്ലാതെ വേറൊന്നും കുടിക്കുന്നില്ലല്ലോ. ഗ്യാസ് കയറി ഛർദിക്കും, അത് സാരമുള്ളതല്ല. എന്നാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം അമ്മ. പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ കമിഴ്ത്തി കെടുത്തി പുറം ഒന്ന് തലോടണം. അങ്ങനെ ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം. അതിന് ഇവിടെ ഇപ്പൊ ആരുണ്ട്? ജഗദീഷ് ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ രാമേട്ടനുണ്ടല്ലോ. എന്നാ രാമഭദ്രനോട് കാർ ഇറക്കാൻ പറയാം. ACP ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാം. രാമഭദ്ര, രാമഭദ്ര. വരുന്നമ്മേ. ഇതെന്താ ഈ കുഞ്ഞിന് പറ്റിയത്? ദൈവമേ, എന്റെ ആംഗ്ലി ആ മൈതിലും കൂടെ ഇവിടെ വന്ന കാര്യം ജഗദീഷേട്ട അറിഞ്ഞ എന്നെ പൊരിച്ചു കളയും. മോള് വിഷമിക്കാതെ, കുഞ്ഞിനൊന്നും വരില്ല. കുപ്പിപ്പാലല്ലേ കൊടുക്കുന്നത്. കുഞ്ഞിന് കൊടുക്കുന്ന പാലിൽ പോലും ദ്രോഹികൾ മായം ചേർത്ത് കളയും. എന്താ എന്താ മോൾക്ക് പറ്റിയത്? ഛർദിയ, പല പ്രാവശ്യം ഛർദിച്ചു. ഈ മരുന്നുകൾ ഫാർമസിയിൽ നിന്ന് വാങ്ങണം. ഇങ്ങതാ, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഡോക്ടർ. ആ സാറിവിടെ. എന്റെ കുട്ടിയാ ഡോക്ടർ വൈഗ. എന്താ ഡോക്ടർ കുഞ്ഞിന്? മുലപ്പാൽ അധികമായി കുടിച്ചാൽ കുട്ടികൾ ഒമിറ്റ് ചെയ്യാറുണ്ട്. അത് സാധാരണ. ഇതങ്ങനെയല്ലല്ലോ, മുലപ്പാലല്ലോ കൊടുക്കുന്നത്. കൊടുക്കുന്ന പാലിൽ വല്ല മാറ്റവും വരുത്തിയിട്ടുണ്ടോ? കൊടുക്കുന്ന പാലിൽ മാറ്റം വരുത്തിയ പെട്ടെന്ന് കുട്ടികളുടെ വയറിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, വോമിറ്റ് ചെയ്യും. സാറ് വിഷമിക്കാതെ, കുട്ടിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ലാബിൽ നിന്ന് ഒരു റിസൾട്ട് കൂടെ കിട്ടാനുണ്ട്. അത് കിട്ടട്ടെ, എന്നിട്ട് പറയാം. കുഞ്ഞിന് കൊടുക്കുന്ന പാലില് വല്ല മാറ്റവും വരുത്തിയോ?